മറ്റു വാർത്തകളിലേക്ക്. തൃശൂരിലെ മേയർ CPI തർക്കം രൂക്ഷമാകുന്നു. മുൻ ധാരണ പ്രകാരം MK വർഗീസ് സ്ഥാനമൊഴിയണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ച് CPI ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി. എന്നാൽ തൽക്കാലം മേയറെ കൈവിടേണ്ട എന്ന നിലപാടിലാണ് CPM നേതൃത്വം. ഇനി ഇങ്ങനെ പോകാനാകില്ല. മേയർ തുടർച്ചയായി സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നത് ഗൗരവമായി എടുത്തിരിക്കുകയാണ് CPI ജില്ലാ നേതൃത്വം. ഇടതുമുന്നണി പ്രവർത്തകരെ അവഹേളിക്കുന്നതിന് തുല്യമായാണ് മേയറുടെ നിലപാടുകളെ നേതൃത്വം കാണുന്നത്. കേവലം യാദൃശ്ചികമായ പ്രശംസയായി MK വർഗീസിന്റെ വാക്കുകളെ കാണാനും CPI തയ്യാറല്ല. തൃശൂരിലെ പാർട്ടിയുടെ പരാജയത്തിന് മേയറുടെ നിലപാടും കാരണമായെന്ന വിലയിരുത്തലുമുണ്ട്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള ആരാധനയും അതിലൂടെ BJPയെ പ്രൊമോട്ട് ചെയ്യുന്നൊരു രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് കടുത്ത ഭിന്നാഭിപ്രായമുണ്ട്. ഞങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയം ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. MK വർഗീസിന്റെ പിന്തുണയിൽ മാത്രമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം ഇടതുമുന്നണി നിലനിർത്തുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥാനമൊഴിയാൻ മേയർ നിർബന്ധിച്ചാൽ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. MK വർഗീസിനെ കൈവിട്ടാൽ അതൊരു അവസരമാക്കി അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹവുമുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കുക CPM നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. CPIയുടെ ആവശ്യത്തെ അവരുടെ മാത്രം അഭിപ്രായമായി കാണാനാണ് CPM നേതൃത്വത്തിനും താൽപ്പര്യം. മേയർ സ്ഥാനം ഒഴിയണമെന്ന CPIയുടെ ആവശ്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് MK വർഗീസും പ്രതികരിച്ചു. സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് അയാളൊരു BJPക്കാരനല്ലേ, നമുക്ക് അങ്ങനെയല്ലേ കാണുന്നത്, ഞങ്ങളങ്ങനെ കാണുന്നു. മേയർക്ക് അങ്ങനെ കണ്ടുകൊള്ളുന്ന വെച്ചാൽ മേയർ അതിനപ്പുറമായിട്ട് മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു. അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയുന്നതൊന്നും പ്രവൃത്തി മറ്റൊന്നുമാണെന്നുള്ളതാണ് CPI. അത് അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങനെ പറയാനിടയില്ല. അതിപ്പോൾ വത്സരാജ് പറഞ്ഞ അഭിപ്രായം അത് അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.